നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് മത്സരം നടക്കാൻ പോകുന്നത് മോഹൻ ബഗാൻ വേഴ്സസ് മുംബൈ സിറ്റി FC പോരാട്ടമാണ്. മികച്ച രണ്ട് ടീമുകളാണ്. മൂന്നാം സ്ഥാനത്ത് മോഹൻ ബഗാൻ നിലനിൽക്കുമെങ്കിൽ അഞ്ചാം സ്ഥാനത്താണ് മുംബൈ സിറ്റി FC നിലനിൽക്കുന്നത്. രണ്ടും മികച്ച ടീമായതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ മികച്ച ഗോളുകളെല്ലാം കാണാൻ സാധിക്കുമെന്ന് തന്നെ കരുതാം. ഇന്നത്തെ മത്സരത്തിൽ ഏത് ടീം വിജയിക്കാനാണ് കൂടുതൽ സാധ്യതയെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ ഇന്ന് മുംബൈ സിറ്റി FCയുടെ 9ാമത്തെ മത്സരമാണ്. 16 പോയിൻ്റാണ് മുംബൈ സിറ്റി FCക്ക് നിലവിൽ ഉള്ളത്. മോഹൻ ബഗാനാകട്ടെ 7 മത്സരങ്ങളിൽ നിന്ന് 19 പോയിൻറ്റും നിലവിലുണ്ട്. എന്തായാലും 8ാമത്തെ മത്സരമാണ് മോഹൻ ബഗാൻ്റെ. എന്നാലും ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം കരസ്ഥമാക്കാൻ തന്നെയായിരിക്കും ഇരു ടീമും കരുതുന്നത്. എന്തായാലും ഏത് ടീം വിജയിക്കുമെന്ന് വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് കണ്ടു തന്നെ ഇരിക്കാം. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഫുട്ബോൾ ഇതിഹാസ താരമായ നെയ്മറിന് വീണ്ടും പരിക്ക് പറ്റിയിരിക്കുകയാണ്. എന്തായാലും ആരാധകർക്ക് ദുഃഖവാർത്ത തന്നെയാണ്. 2024 നടക്കാൻ പോകുന്ന കോപ്പ അമേരിക്കയിൽ നെയ്മറിന് കളിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. പരിക്ക് ഗുരുതരം തന്നെ ആയതുകൊണ്ട് തന്നെ മത്സരത്തിൽ ഇനി കളിക്കാൻ സാധിക്കില്ല. ആരാധകരുടെ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ട് തന്നെയാണ് നെയ്മറിൻ്റെ പരിക്കിപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സൈനിങ്ങിൻ്റെ ന്യൂസ് കൺഫേം ആയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം സൈൻ ചെയ്യിപ്പിക്കാൻ പോകുന്ന ഉറുഗ്വേയൻ താരം നിക്കോളാസ് ലോഡറിയോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഒരു സ്ഥലത്തു നിന്നും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. പ്രമുഖ മാധ്യമ റിപ്പോർട്ടറായ മാർക്കസ് മർഗളാവിനെ എല്ലാവർക്കും അറിയാലോ. മാർക്കസ് തന്നെയാണ് ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഉറുഗ്വേയൻ താരം നിക്കോളാസ് ലോഡറിയോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന വാർത്തകൾ സത്യമല്ല എന്നാണ് ഇപ്പോൾ മാർക്കസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ആരാധകരുടെ പ്രതീക്ഷയെല്ലാം അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഈ താരത്തിനെ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു സൈനിങ് നടത്തുമെന്ന് 100% ഉറപ്പിക്കാം. കൂടുതൽ അപ്ഡേറ്റുകൾ വരും തോറും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. വീഡിയോ നിർത്തുന്നു. താങ്ക് യു ഗൈസ്.